ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കുക്കറിൽ എളുപ്പത്തിൽ ചിക്കൻ ബിരിയാണി റെഡിയാക്കി വെക്കാം. അതിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ ഞാൻ മസാല വട്ടി വെച്ചിരിക്കുകയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഗരം മസാല ഇതെല്ലാം കൂടിയിട്ട് പിന്നെ അതുപോലെ നാരങ്ങ നീരും കൂടി ഒഴിച്ച് ഇത് മസാല ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂറായി. ഇപ്പം നമ്മുടെ കുക്കറിലാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത്. സവോള റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ 2 പച്ചമുളക്. അപ്പം നമുക്ക് ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ട് അത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിലില്ലെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യില്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. നമ്മുടെ സവോള ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ എരിവില്ലാത്ത 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചായാലും ഇടാം, അരിഞ്ഞായാലും ഇടാം, അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. നമുക്ക് നന്നായിട്ടൊന്ന് ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളക് മാറി വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല 1/4 സ്പൂണ്, മുളക് പൊടിയും 1/4 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാനതിലേക്ക് ബിരിയാണി മസാലയാണ് ഉപയോഗിക്കുന്നത്. ബിരിയാണി മസാല ഇഷ്ടമല്ലാത്തവർ ഉപയോഗിക്കേണ്ട. ഞാനിതിൽ ബിരിയാണി മസാല ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് പച്ചമുളക് മാറുന്നത് വരെ മൂപ്പിച്ചൊന്ന് കൊടുക്കാം. നമ്മുടെ മസാലകൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ഇതിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അധികം പുളിയില്ലാത്ത തൈര് 2 സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നിടം വരെ ഒന്ന് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ. പിന്നെ നമ്മുടെ ഈ ചിക്കനിലേക്ക് നമ്മൾ 10 മിനിറ്റ് മുമ്പേ കൂത്ത് വെച്ച അരിയാണ്, അത് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. അതിനി നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അരി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ അരി എടുത്ത് ആ ഗ്ലാസിൻ്റെ അളവിൻ്റെ അനുസരിച്ച് 2 ഗ്ലാസ് ആണെങ്കിൽ നമുക്കൊരു 3.5 കുക്കറിലായതുകൊണ്ട് എളുപ്പം വെന്ത് കിട്ടും. അപ്പോൾ അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. അല്ലെങ്കിൽ നമ്മൾ ഗ്ലാസ്സിലല്ലെങ്കിൽ ഇത് നേരത്തെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, ചിക്കൻ മാത്രമേ നമ്മൾ ഉപ്പിട്ടുള്ളായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാൻ മല്ലിയില വിതറി കൊടുക്കുകയാണ്. നിങ്ങളുടെ സവോള വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ മൂപ്പിച്ചെടുത്തത്. നമ്മൾ എളുപ്പത്തിൽ റെഡിയാക്കുന്നതായതുകൊണ്ട് സവോളയൊന്നും മൂപ്പിച്ചും അണ്ടിപ്പരിപ്പും കാര്യങ്ങളും ഒന്നുമില്ല. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ആദ്യം ഒരു ബിസിലടിച്ചിട്ട് കുറച്ച് നേരം പിന്നെ നമുക്ക് ആവി കയറ്റിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് ഒരു നാരങ്ങ നീരുള്ളതാണെങ്കിൽ ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് കൊടുത്താൽ, നീരില്ലാത്തതാണ് ഒരു നാരങ്ങ മുഴുവനായിട്ട് പിഴിഞ്ഞ് കൊടുക്കാം. അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഒരു ബിസിലടിച്ചിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് സ്ലോ ആക്കിയിട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തായിരുന്നു. നമ്മുടെ ചോറും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.